തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്ത് ശ്രീ GV ഹരിയുടെ പരമഭാഗ്യം എന്ന് വേണം പറയാൻ. കാരണം ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി ആകട്ടെ എന്നാണ്. അതല്ലായിരുന്നുവെങ്കിൽ ശ്രീ KC വേണുഗോപാലിനെ ആയിരുന്നു പ്രഖ്യാപിക്കുന്നത് എങ്കിൽ അതിനെ ഒരു സുതാര്യമായിട്ടുള്ള ഇടപെട്ടോട്ടെ. 61 MLA-മാരാണ് പങ്കെടുത്തത്. അതിൽ രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ തൃപ്പൂണിത്തുറ MLA ദീപക് ജോയ് പങ്കെടുത്തില്ല. അത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ്. അങ്ങനെ 61 MLA-മാർ പങ്കെടുത്തു. രമേശ് ചെന്നിത്തല വിട്ടുനിൽക്കുകയായിരുന്നു. മന്ത്രിസഭാംഗങ്ങൾ മുഴുവനും 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും. അതായത് മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 18-ാം തീയതി ആയിരിക്കും, മെയ് 18-ാം തീയതി. 21-നായിരിക്കും ആ നിയമസഭാ സമ്മേളനം. അന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. ശരി, ശ്രീ പണിക്കർ. ശ്രീ മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ അഥവാ KC വേണുഗോപാലിൻ്റെ പേരായിരുന്നു ഇന്ന് നിർദ്ദേശിക്കപ്പെടുന്നത് എങ്കിൽ അത് സുതാര്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് വഴിയാണ് എന്നും അതാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിച്ചത് എന്നുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ശ്രീഹരിക്ക് നന്നേ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നു. അത് തീരെ കൺവിൻസിങ് ആവില്ല എന്നതിനെക്കുറിച്ചും അറിയാമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളാണ് തെരുവിൽ അലക്കിയില്ല, അഭിപ്രായമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിൽ സ്വീകാര്യമായിട്ടുള്ള ഒന്നാണ്. നാഗ്പൂരിൽ നിന്ന് പറയുന്നത് പോലെ BJP നടപ്പാക്കുന്നത് പോലെ അല്ല ഞങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതേ ശ്രീഹരി തന്നെയാണ് അതിന് തൊട്ട് മുമ്പത്തെ ശ്വാസത്തിൽ പറഞ്ഞത് 3 അഭിപ്രായവുമായിട്ട് ഈ 3 നേതാക്കന്മാരും ഡൽഹിയിൽ ഹൈക്കമാൻഡിനെ കാണാൻ പോയപ്പോഴും അവസാനം അവർ പറഞ്ഞത് ഹൈക്കമാൻഡിൽ നിന്ന് പറയുന്നത് പോലെ ചെയ്യാമെന്നാണ്. അപ്പോൾ നാഗ്പൂരിൽ നിന്ന് പറയുന്നത് നടപ്പാക്കുന്നത് പോലെ തന്നെയാണ് ഹൈക്കമാൻഡ് പറയുന്നതും. അത് ആൾക്കാർക്ക് ആർക്കൊക്കെയാണ് സ്വീകാര്യമായത്, ആർക്കൊക്കെയാണ് സ്വീകാര്യമല്ലാത്തത് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല അനാരോഗ്യം കൊണ്ടല്ല ഇന്നത്തെ മീറ്റിംഗിൽ വിട്ടു നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് തൃപ്തികരമായിട്ടുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായിട്ടില്ല. അത് ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന രീതിയിലത്തേക്ക് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അദ്ദേഹത്തിന് അതിൽ എതിരഭിപ്രായമുണ്ട്. അത് ശ്രീ ഹരി സമ്മതിച്ചില്ല എങ്കിലും അങ്ങനെ മാറി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന UDF-ന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ ശ്രീ KC വേണുഗോപാലിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതും വിട്ടുതരാം എന്നാണ്. അദ്ദേഹം പറയുന്ന ഭാഷ ആലോചിച്ച് നോക്കണം. വേണമെങ്കിൽ അതും വിട്ടുതരാം. അതായത് എൻ്റെ കയ്യിൽ വന്ന എൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിട്ടുതരാം എന്നാണ് പറയുന്നത്. അത് തൃപ്തിയോടുകൂടി അദ്ദേഹം പറയുന്ന ഒരു വാക്കല്ല, മറിച്ച് ആ പറയുന്നതിനകത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇത്രത്തോളം സങ്കീർണമാക്കിയത് ശ്രീ KC വേണുഗോപാലിന്റെ സ്ഥാനമോഹമാണ് എന്നതിനെക്കുറിച്ച് കേരളത്തിൽ അറിയാത്ത ആൾക്കാരില്ല. അതിനെ നമുക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ തെരുവിൽ ആൾക്കാർ ഇറങ്ങിയത്, ഇവിടെ പോസ്റ്റർ യുദ്ധം നടന്നത്, സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടന്നത്, ഇതിൽ കുറേയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആൾക്കാർ ഉണ്ടാക്കിയതാണെന്ന് പറയാം. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ഇത്രത്തോളം കാര്യത്തിനെ നമുക്ക് അങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നടത്താൻ കഴിയില്ല. അപ്പോൾ ഇതിൽ കുറേയൊക്കെ ഓർഗാനിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന സമ്മർദ്ദം, ആ സമ്മർദ്ദം എന്നുള്ള വാക്കാണ് ഞാൻ സൂപ്പർ ഹൈക്കമാൻഡ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സമ്മർദ്ദം അത് കോൺഗ്രസിന് തള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 10-12 ദിവസം സത്യത്തിൽ വേണ്ടി വന്നു. ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ MA ബേബിയുടെ പ്രതികരണം വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.